ഹായ് ഹലോ എല്ലാവർക്കും F4 ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എവിടെയാ ഈ ബൈക്കിലെ വ്യൂ കാണുന്നുണ്ടോ നിങ്ങള്? കണ്ടിട്ട് എവിടെയാണെന്ന് വല്ലതും തോന്നുന്നുണ്ടോ അല്ലേ? അതെ. ഓ, ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. നമ്മുടെ ഇടുക്കി ജില്ലയില് കട്ടപ്പനയ്ക്കും ഇടുക്കി, അതായത് ചെറുതോണിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇടുക്കി ഇതിന്റെ ഇടുക്കി ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തിയേക്കുന്നതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഇടുക്കി ജലസംഭരണി അല്ലെ. ഈ സ്ഥലമാണ് കല്യാണത്തണ്ടെന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുണ്ട്, നീലക്കുറിഞ്ഞി പൂത്തേക്കുക. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ കയറി വന്ന അപ്പോഴാണ് ഈ വ്യൂ കണ്ട. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോകണം, നടന്നു പോകണം. ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. അത് കഴിഞ്ഞ് നടന്നിങ്ങനെ വന്നപ്പോഴാണ് ഈ വ്യൂ. അതപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഓ, ഒന്ന് നോക്കി കണ്ടോ, എന്നെ രസം നോക്കി. ഓഫ്, ഇത് നേരിട്ട് വന്ന് കാണണം കേട്ടോ. ഇതാണ് അതിൻ്റെ നേരിട്ട് വരുമ്പോഴാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. അതായത് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വരുമ്പം നിർമ്മല സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ചെറുതോണിക്കും കട്ടപ്പനയ്ക്കും ഇടയ്ക്ക് നിർമ്മല സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഇപ്പം ഞങ്ങൾ കയറി വന്നത്. അവിടെ കുറച്ച് ഓഫ് റോഡാണ്. ഓഫ് റോഡ് കുറച്ചേ ഉള്ളൂ. നമുക്ക് ആ താഴെ വരെ കാറൊക്കെ കയറി വരും. പിന്നെ ഇങ്ങോട്ട് ഇത് ഈ 4 വീല് ഡ്രൈവുള്ള വണ്ടിയൊക്കെ കയറി വരുള്ളൂ. ഇവിടെ കയറി വരുമ്പോൾ തന്നെയുള്ള വ്യൂ ആണേ ഇപ്പം നിങ്ങളെ ആദ്യം കാണിച്ചതേ. ഇത് കണ്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴേ അവരെഴുതി വെച്ചിട്ടുണ്ട്, നീലക്കുറിഞ്ഞി പൂക്കൾ പറിക്കുന്നതും ചെടികൾ നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അഞ്ചുരുളി വനസംരക്ഷണ സമിതി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകണം. ഇതിലിങ്ങനെ നടന്നു പോകണം കേട്ടോ. അതെവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ആ ഉണ്ട്, അവിടെ ഒരു ചെറിയ കുരിശൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി. ആ മലയുടെ മുകളിൽ ചെല്ലണം കേട്ടോ, അങ്ങ് കയറി ചെല്ലണം. അടിപൊളിയാണ് കണ്ടോ. ആ കാണുന്ന മലയുടെ മുകളിൽ ചെല്ലണം കണ്ടോ, ആൾക്കാർ പോകുന്നുണ്ടോ. നമ്മളാ കണ്ടതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ അല്ലേ. അടിപൊളി. ഇത് ആ കാണുന്ന മലയില്ലേ, ആ മലയുടെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇടുക്കി ഡാം കേട്ടോ. ഓ, എന്നെ രസമല്ലേ, എന്നെ വ്യൂ നോക്കി, ഒരു രക്ഷയില്ല. ഇതേ ആ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറി പോകണം. ഓഹ് നോക്കിയേ, സ്കൈ ഒക്കെ നോക്കിയാൽ രസമാണ് നോക്കിയേ. ഓയ്യോ നോക്കിയേ, മേഘത്തിനെ തൊടാൻ തോന്നില്ലേ ഞങ്ങൾക്ക്. ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ, ഒരു അടിപൊളി സാധനം കണ്ടോ. ആ വെള്ളത്തിനകത്തുണ്ടോ ഒരു ഷെയ്ഡ് പോലെ കുറച്ച് ഭാഗം ഒരു കളർ വ്യത്യാസം കണ്ടോ. അതിനകത്തറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, അതെന്താ ആണെന്നുള്ളത്. ഇപ്പൊ പറയണ ലാസ്റ്റ് പറയണേ, ലാസ്റ്റ് പറയാം. എപ്പോഴാ പറയണ്ടേ? പറഞ്ഞേക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന കേട്ടോ, ഈ മേഘമില്ലേ, കാർമേഘം, അതിന്റെ ഷെയ്ഡാ അത് കണ്ടോ. ഒന്നും പറയാനില്ല, എന്നാ രസമെന്ന് നോക്കി കണ്ടോ. അതിന്റെ ഷെയ്ഡാണ് ആ കാണുന്നത്. അടിപൊളി. ഞാനുണ്ട്, ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇനി അങ്ങോട്ട് കിടക്കുക. ഏകദേശം എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് കേട്ടോ വന്നത്. അങ്ങ് ആ കുരിശ് കണ്ടോ ചെറിയ, അതിൻ്റെയും താഴേന്ന്. ഏറണ്ട കയറാ കയറിയട്ടെ നമുക്ക്. എല്ലാവരും പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നത്. അയ്യോ, അതെ അതെ അതെ, അങ്ങോട്ട് പോണം ഇനി കണ്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇതേ ഒരു സ്പോട്ടിലെത്തി. ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര ഡേഞ്ചറാ അല്ലേ. കുറച്ച് ഡേഞ്ചറാണ് ഉള്ളത്, കുറച്ച് വേദമുള്ള സ്ഥലം. പിന്നെ അങ്ങോട്ടൊക്കെ പോയാലുണ്ട്, പക്ഷെ അങ്ങോട്ട് പേടിയാ. പ്രത്യേകിച്ച് കൊച്ചിനെ കൊണ്ടൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇവിടെ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാ കേട്ടോ. പിന്നെ ഒരുപാടുണ്ടോന്ന് ചോദിച്ചാൽ താഴോട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പരിധി. അതെ, ഇപ്പൊ നമ്മളിങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോ ഇങ്ങനെ നല്ല പന്തല് പോലെ ഇങ്ങനെ അങ്ങനെയില്ല, അങ്ങനെ കിടക്കുന്നില്ല. ഇങ്ങനെ ഈ സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത്. ഇതുണ്ടോ താഴോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ.
ഇതുപോലെ ഭയങ്കര ഇങ്ങനെ ഈ ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്താണ്, സ്ലോപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്താണ് ഇത് കൂടുതൽ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങോട്ടേക്കൊക്കെ ചെല്ലാൻ പാടാം കേട്ടോ. പൂ അടുത്ത് കാണിക്കാവേ. ഇതാണ് കേട്ടോ നീലക്കുറിഞ്ഞി പൂ. കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട്. എന്താ താഴോട്ട് ഇടുക്കി ജലാശയം, അടിപൊളി. ഇതാ പൂക്കാത്ത ഇതിൻ്റെ ചെടി കണ്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഉച്ച സമയത്ത് ആരും വരരുത്. എപ്പോൾ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ചെറിയ സ്നാക്സ്, വെള്ളം മസ്റ്റായിട്ട്. ഞങ്ങൾക്കിപ്പോൾ പണി കിട്ടിയിട്ടിരിക്കുക, ഞങ്ങളത് ശകലം ഉള്ളെന്നൊക്കെ ഓർത്തി കയറി വന്നതാ. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ഒരു കട പോലും ഇല്ല, ഒന്നുമില്ല. നടന്ന് കയറാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഏതുണ്ടോ കണ്ടോ നിൽക്കുന്നുണ്ടോ, ഇതിങ്ങനെ താഴോട്ടിങ്ങനെ ഒരുപാടുണ്ട് കണ്ടോ. ഇങ്ങനെ ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ പുതുനിൽക്കുക. ഇനി അങ്ങോട്ട് ഒത്തിരി കയറാനുണ്ട്. ഓ ഞങ്ങൾ ചിലപ്പോഴേ കയറുന്നുള്ളൂ. അയ്യോ പരിപ്പിളകി ഉച്ചയ്ക്ക്. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തോ കേട്ടോ പോരുമ്പോ, അടിപൊളി. ഹലോ ഗൈസ്. അതെ, അങ്ങനെ ഒരുവിധം മോളി വരെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. നമ്മളിപ്പോ ഈ കാണിച്ച ഇതില്ലേ ഈ സൈഡിൽ കൂടെ കുറച്ചൊക്കെ നിൽക്കുന്നേ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂത്തിട്ടേ അത്രേ ഉള്ളൂ. ഞങ്ങളോർത്ത് ഇങ്ങനെ മറ്റേ മൈതാനം പോലെ ഇങ്ങനെ ഇത് പൂത്ത് കഴിഞ്ഞതാണോ അറിയില്ല. കുറെ ചെടികളൊക്കെ ഉണ്ട് അതിലും. ഇവിടെ കാണിച്ചില്ല, അതിന്റെ ചെടി കാണിച്ചില്ല പൂക്കാത്തത്. അതിനി പൂത്ത് വരുന്നതേ ഉള്ളോ അറിയില്ല, അതോ ഇനി പൂത്ത് കഴിഞ്ഞതാണോ ഒന്നും അറിയത്തില്ല. താഴത്തെ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്നിടത്തുണ്ട്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്നിടത്ത് കുറെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ധൈര്യമുള്ളവർക്ക് ഇറങ്ങി പോകാം. ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. ഒന്ന് സ്ലിപ്പ് ആയിട്ടുണ്ടെങ്കിൽ പണി പാടി. നല്ല വ്യൂ പോയിന്റ് ആണ്, ഇങ്ങനെ കാണാൻ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്. കുറച്ച് നടക്കാനുണ്ട്, അടിപൊളി സ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഈ ഇത് പ്രതീക്ഷിച്ച് വരുമ്പോ ഇങ്ങനെ കുറിഞ്ഞു പൂത്തൂന്ന് പ്രതീക്ഷിച്ച് വന്നപ്പോ ഭയങ്കര വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ഇതിന് മുമ്പ് വന്നവർക്ക് ഇവിടെ കുറെ പൂക്കൾ ഉണ്ടായിരുന്നോന്ന് അറിയില്ല. കുറെ പേരൊക്കെ നല്ല ഇതിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ വന്നപ്പോ ഇവിടെ കേറി വന്നിട്ട് ഇങ്ങനെ ആവുമെന്ന് കരുതി. സത്യം കേട്ടോ, അല്ലേ? അതിന്റെ ഒരു വിഷമമുണ്ട്. ആ വിഷമത്തോടെ ഞങ്ങള് തിരിച്ചിറങ്ങുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ